ശാരിക ഭക്ഷണം കൊണ്ടുവന്നിട്ട് അനൂപിനെ കഴിപ്പിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ശാലിനി പറയുകയാണ്, കഴിക്ക് തിന്നങ്ങ് കൊഴുക്ക്. എന്നിട്ട് പോയി നിന്റെ അമ്മയോട് പറയണം, എത്ര വലിയ ഗുണ്ടകളെ അയച്ചാലും ശാരദാമ്മയുടെ കുടുംബശ്രീ ചായക്കടയുടെ ഒരു ഇഷ്ടിക പോലും ഇളക്കാൻ പറ്റില്ല എന്ന്. ശാരിക പറയുകയാണ്, എടി ഇവന്റെ അമ്മ ചെയ്തതിന് ഇവൻ എന്ത് പിഴച്ചു? നീ ഒന്ന് അകത്തേക്ക് പോയി മോനത്തിരി ഭക്ഷണം കഴിച്ചോട്ടെ. ശാലിനി പറയാണ്, ഊട്ട് നല്ല മത്സരിച്ചങ്ങ് ഊട്ട്. എന്നിട്ട് വേണമല്ലോ നാളെ ശാരദാമ്മയുടെ കട ഒഴിപ്പിക്കാൻ ഇവിടെ വന്ന് മസിലും പെരുപ്പിച്ചങ്ങ് നിൽക്കാൻ. ഓരോന്ന് വലിഞ്ഞു കയറി വന്നോളും ഉളുപ്പില്ലാതെ. അതൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവുകയാണ് ശാലിനി. രാമ പറയുകയാണ്, നീ ഇതൊന്നും കാര്യമാക്കേണ്ട, കഴിക്കാൻ നോക്ക്, ഞാൻ ചായ ഇട്ടോണ്ട് വരാം. അന്നേരം ശാരിക ചോദിക്കുകയാണ്, ആഹാ നീ ചായയൊക്കെ ഇടാറായോ? ശാരദാമ്മ ചോദിക്കുകയാണ്, അതെന്താ അവള് ചായ ഇട്ടാല് ചായ ആകില്ലേ? നീ പോയി ഇട്ടോണ്ട് വാടി, പാല് കുറച്ച് കൂടുതൽ ഒഴിച്ചോ. നിങ്ങളുടെ ഏക ആങ്ങളയല്ലേ, തടിച്ചങ്ങോട്ട് കൊഴുക്കട്ടെ. പിന്നീട് കാണിക്കുന്നത് അമ്പലമാണ്. വിഷ്ണുവിനെ കാത്തു നിൽക്കുകയാണ് സരളയും സത്യഭാമയും. സത്യഭാമ ചോദിക്കുകയാണ്, അവൾ എവിടെ സുസ്മിത? അവൾ അപ്പുറത്തുണ്ട് സത്യഭാമേ. വിഷ്ണു വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഓ അങ്ങനെ, അവൻ ഇപ്പോഴിങ്ങെത്തും. നേരം വിഷ്ണു എത്തുകയാണ്. സത്യഭാമ പറയുകയാണ്, ദേ വന്നല്ലോ. എന്താ അമ്മ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ സത്യഭാമ സരളയെ വിളിക്കുകയാണ്, ദേ ഇങ്ങ് വന്നേ. സരളയെ ചൂണ്ടി സത്യഭാമ ചോദിക്കണം, ഇതാരാന്നോ മനസ്സിലായോ? പെട്ടെന്ന് വിഷ്ണു പറയാണ്, ആരാ മനസ്സിലായില്ലല്ലോ. അന്നേരം സരളയുടെ മുഖം മാറുകയാണ്. രണ്ടുപേരും പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണു ചിരിക്കുകയാണ്. അതുകൊള്ള, അമ്മ ഇങ്ങോട്ടൊരു തമാശ അടിച്ചപ്പോൾ തിരിച്ചങ്ങോട്ടൊരു കൗണ്ടർ അടിച്ചതല്ലേ ഞാൻ. ഈ അമ്മയുടെ ഒരു കാര്യം എന്റെ അമ്മയെ സർലാൻഡി അറിയാതെ വരുമോ എനിക്ക്? ഈ കൈകൊണ്ട് എത്ര വിളമ്പി തന്നിട്ടുള്ളതാണ് വിഷ്ണുവിന്. അന്നേരം സരളയുടെ മുഖത്ത് സന്തോഷം വരികയാണ്. സത്യഭാമ പറയുകയാണ്, ഇതാണ് ഇവൻ, ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി കുറുമ്പ് കൂടുതലാണ്. ഇനി ഒരു പെണ്ണിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചാലേ അതൊക്കെ മാറൂ. വിഷ്ണു പറയണം, അതൊക്കെ ശരിയാണ്, പക്ഷെ പറ്റിയൊരു പെണ്ണിനെ കിട്ടണ്ടേ? അല്ലമ്മ, അമ്മ എന്തിനാണ് അമ്പലത്തിൽ വരാൻ പറഞ്ഞത്? അല്ല, പ്രശ്നം എന്താ? പ്രശ്നം എനിക്കല്ല, ഇവൾക്കാണ്. എടാ നിന്റെ സർലാൻഡിക്ക്. സർലാൻഡിക്കോ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. അതെ, ഇവളുടെ പ്രശ്നം പരിഹരിക്കാൻ എനിക്കറിയാം, പക്ഷേ ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുമോ എന്നുള്ളതാണ് ഇവളുടെ സംശയം. അത് കേട്ടപ്പോൾ വിഷ്ണു, അത് ശരി, എന്റെ സർലാൻഡി എന്ന് പറഞ്ഞ് ഷട്ടനേക്ക് നെഞ്ചത്ത് അമ്മ എന്ന് എഴുതിയിരിക്കുന്നത് കാണിക്കുകയാണ്. ഇത് കണ്ടോ, ഇതെന്താന്നറിയാമോ? അമ്മ എന്ന് വായിക്കുകയാണ് സരള. അതെ അമ്മ, നെഞ്ചിന് മീതെ മാത്രമല്ല ഇത് പച്ച കുത്തിയിരിക്കുന്നത്, ഹൃദയത്തിന് മീതെ കൂടിയാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു ദൈവം മാത്രമേ ഈ വിഷ്ണുവിനുള്ളൂ. അതീ നിൽക്കുന്ന എന്റെ സ്വന്തം അമ്മ തന്നെയാണ്. ഇനിയിപ്പോ അതും വിശ്വാസമായില്ല എന്ന് വെച്ചാൽ നാട്ടുകാരോടെങ്കിലും ചോദിച്ചാൽ മതി. എനിക്ക് എന്റെ അമ്മ ആരാണെന്നും അമ്മയ്ക്ക് ഞാൻ ആരാണെന്നും ഒക്കെ പറഞ്ഞു തരും. അമ്മ പറഞ്ഞ ഒരു വാക്ക് ഞാൻ മറികടന്നാൽ ആ നിമിഷം ഈ വിഷ്ണുവിന്റെ ഹൃദയം നിലയ്ക്കുമെന്ന് ആന്റിക്ക് ഉറപ്പിക്കാം. സത്യഭാമ പറയുകയാണ്, ഡാ അമ്പലത്തിൽ വെച്ച് ഇങ്ങനെയുള്ള അശുഭകാര്യങ്ങളൊന്നും സംസാരിക്കാതെ. സത്യഭാമ സരളയോട് ചോദിക്കുകയാണ്, എന്താ എല്ലാം ബോധ്യമായില്ലേ? അപ്പോ ഇനി അവര് തമ്മിൽ കാണട്ടെ അല്ലേ? വിഷ്ണു ചോദിക്കുകയാണ്, ആര് തമ്മിൽ കാണുന്ന കാര്യം? അതൊക്കെ മോന് ഉടനെ തന്നെ മനസ്സിലായിക്കോളും. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞില്ലേ, ഇനി 1-2 നിമിഷത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. മോൻ പോയി ദൈവങ്ങളെയൊക്കെ ഒന്ന് തൊഴുതിട്ട് വാ, അപ്പോൾ സാക്ഷാൽ ദേവി തന്നെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. അതിനുശേഷം സത്യഭാമ സരളയും കൂട്ടി പോവുകയാണ്. ദാസൻ ചോദിക്കുകയാണ്, ആശാനെ എന്താ? എനിക്കറിയില്ല, വാ പോകാം എന്നും പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് പോവുകയാണ്. അന്നേരം അമ്പലത്തിൽ ശാലിനിയും എത്തുകയാണ്. തൊഴുതു പ്രാർത്ഥിച്ച ശേഷം വിഷ്ണു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ശാലിനിയാണ്. ശാലിനിയെ കണ്ട് അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. ദാസൻ പറയുകയാണ്, ആശാനെ സംഗതി ഇത് വർക്കൗട്ടായി തുടങ്ങി. അവൾ ആശാന്റെ പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ്. വിഷ്ണു പറയണം, ദേ ഒറ്റ ഒരു ഇടി വെച്ച് തന്നാലുണ്ടല്ലോ, അവളല്ലടാ ദേവി മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന് അമ്മ പറഞ്ഞില്ലേ, ആ ദേവി ആ കുട്ടിയാണ്, കണ്ടാ? വാ എന്നും പറഞ്ഞ് ശാലിനിയുടെ പുറകെ പോവുകയാണ് വിഷ്ണു. ചുറ്റമ്പലത്തിൽ തൊഴുന്ന ശാലിനിയുടെ പുറകെ തന്നെ നടക്കുകയാണ് വിഷ്ണുവും ദാസനും. നേരം വിഷ്ണു അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. മോൻ പോയി അമ്പലത്തിൽ തൊഴുതിട്ട് വാ, അപ്പോൾ സാക്ഷാൽ ദേവി തന്നെ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞതൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച ശേഷം ശാലിനി ഒരു മരത്തിൽ വള കെട്ടുകയാണ്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, എന്റെ ദേവി എന്താടാ ചെയ്യുന്നത്? ദാസൻ പറയുകയാണ്, ആ മരത്തിൽ വള കെട്ടി പ്രാർത്ഥിച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്നാണ് വിശ്വാസം. വിഷ്ണു ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അവൾ ഇപ്പോൾ എന്തായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക? ഉറപ്പായിട്ടും ആശാന് വേണ്ടി തന്നെയാണ്. ആശാനെ ഭർത്താവായി കിട്ടാൻ, ആശാനെ കൊണ്ട് പ്രേമിപ്പിക്കാൻ. വെറുതെ കള്ളം പറയല്ലേ. ശാലിനി തൊഴുതു പ്രാർത്ഥിക്കുകയാണ്, എന്റെ ഭഗവതി, അമ്മയ്ക്കുള്ള മനോവിഷമങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ. ഒരു അനർത്ഥങ്ങളും നമ്മുടെ കുടുംബത്തിന് ഉണ്ടാക്കരുതേ. അമ്മേ ദേവി, എന്നെയും എന്റെ കുടുംബത്തെയും കാത്തുകൊള്ളണേ. വിഷ്ണു പറയുകയാണ്, എന്നെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടി തന്നെയായിരിക്കും അവൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? അതെ ആശാനെ. ആശാന മുഖത്തേക്കൊന്ന് നോക്കിയേ, പ്രണയം കൊണ്ട് തൊടുത്ത് താമരപ്പൂ പോലെ നിൽക്കുകയല്ലേ ആ മുഖം. അത് ആരോടുള്ള പ്രേമം കൊണ്ടാണ്? ആശാനോടുള്ള പ്രേമം കൊണ്ട് തന്നെ. നേരം ശാലിനിയുടെ അടുത്ത് സുസ്മിതയും വന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. സുസ്മിത വിഷ്ണുവിനെ ശ്രദ്ധിക്കുകയാണ്. സുസ്മിത വിചാരിക്കുന്നത് വിഷ്ണു തന്നെയാണ് നോക്കുന്നതെന്ന്. അന്നേരം അവിടേക്ക് സത്യഭാമയും സരളയും എത്തുകയാണ്. അന്നേരം വിഷ്ണുദാസനോട് പറയണ്ട, നീ കണ്ടോ ആ പെൺകുട്ടിയെ? ഞാൻ കണ്ടു. അല്ല, ഞാൻ എന്താ കണ്ണുപൊട്ടനാണോ?
ആശാന് വേണ്ടിട്ടല്ലേ അവള് അല്ല ആ ദേവി ഈ അമ്പലത്തിൽ വന്നത് തന്നെ. കറക്റ്റ്, ദേ അവളാണ് ഇനിമേൽ എന്റെ പെണ്ണ് എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുമ്പോൾ സരളയും സത്യഭാമയും ഒക്കെ സന്തോഷിക്കുകയാണ്. ഇത്രയും നാൾ ഞാൻ തേടി നടന്നത് ഈ പെൺകുട്ടിയാണ്. ജീവിതാവസാനം വരെ എന്റെ സുഖവും ദുഃഖവും പങ്കിടേണ്ട എന്റെ സ്വന്തം പെണ്ണ്. വിഷ്ണു പറയുന്നത് ശാലിനിയാണ്, പക്ഷെ സത്യഭാമയും സരളയും വിചാരിക്കുന്നത് സുസ്മിതയാണെന്നാണ്. സത്യഭാമ സരളയോട് ചോദിക്കുകയാണ്, വിശ്വാസമായോ? സത്യഭാമ വിചാരിക്കുകയാണ്, ഇത്ര മനസ്സ് നീ എന്റെ വിഷ്ണുവിന്റെ മനസ്സിൽ കയറി പറ്റിയോ? അതും ഒരു വാക്കുപോലും പറയാതെ. പക്ഷേ വിഷ്ണു തൊഴുതു മടങ്ങിപ്പോകുന്ന ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ഭാമ പറയാണ്, കൊള്ളാം, ഇതിനേക്കാൾ മിടുക്കിയായി ഒരു തീം ഇനി എന്റെ മരുമകളായിട്ട് വരേണ്ട. നീയാണിനി എന്റെ വീട് വാഴേണ്ട പെണ്ണ്, മരുമകളായിട്ടും മകളായിട്ടും. അതിനുശേഷം വിഷ്ണു പോയി ശാലിനി മരത്തിൽ കെട്ടിയ വള അയച്ചെടുക്കുകയാണ്. അതിനുശേഷം ദാസനോട് പറയാണ്, ഇതല്ലേ ദാസ എന്റെ ദേവി കെട്ടിയ വളകൾ? അതേ ആശാനെ, എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലേടാ. ഇതെന്റെ നെഞ്ചോട് ചേർന്നിരുന്നോട്ടെ, എന്റെ ഹൃദയത്തോട് ചേർന്ന്, എന്റെ അമ്മയോട് ചേർന്ന്. ഇവിടെയാണ് അതിന്റെ സ്ഥാനമെന്നും പറഞ്ഞ് വളകൾ പോക്കറ്റിൽ വെക്കുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ ഹോട്ടലാണ്. 2 ബേസിനെടുത്തിട്ട് രാജു പറയുകയാണ്, ചിലതിന്റെ ഒക്കെ വക്കും മൂലയും ഒക്കെ ചരിഞ്ഞു, ചിലതിലൊക്കെ ഓട്ട വീണു. രണ്ടും കൊടുത്താലേ ഇനി വേറെ ഉപയോഗിക്കാൻ പറ്റൂ. എന്ത് ദ്രോഹമാണ് ആ മഹാപാപികൾ ചെയ്തത്? ചിഹ്നം വെക്കുന്ന കലമാണ്, വെറുതെ വിടുമോ അവര് എന്ന് പറയുകയാണ് ശാരദാമ്മ. ശാന്ത പറയുകയാണ്, എന്റെ പേരാണ് ശാന്ത, പക്ഷെ ശരിക്കും ആ പേരിടേണ്ടിയിരുന്നത് ശാരദാമ്മയ്ക്കാണ്. ശത്രുക്കളോട് പോലും വെറുപ്പും ദേഷ്യവുമില്ലാതെ എങ്ങനെ പെരുമാറാൻ കഴിയുന്നു ശാരദാമ്മയ്ക്ക്? വെറുപ്പും ദേഷ്യവും ഒക്കെ കാണിച്ചിട്ട് എന്ത് കിട്ടാനാണ് ശാന്തേ? ഒരു തെറ്റും ചെയ്യാതെയാണ് താലി കെട്ടിയ ആൾ എനിക്ക് എന്റെ ശത്രു ആയത്. അതിനും ഞാൻ മനസ്സിലൊന്നും വയ്ക്കുന്നില്ല. വെറുപ്പ് കാണിച്ച് അകറ്റിയാൽ എന്റെ പെൺമക്കളുടെ കല്യാണത്തിന് അദ്ദേഹം വരുമോ? ഇല്ല, അത് വേണം ഞാൻ ഓർക്കാൻ. അന്നേരം അവിടേക്ക് ശ്യാമ എത്തുകയാണ്. ശ്യാമ ചോദിക്കുകയാണ്, ഞങ്ങൾ 3 പെൺമക്കൾ ആയതുകൊണ്ടാണോ അമ്മയെ അച്ഛൻ ഉപേക്ഷിച്ചു പോയത്? ഞങ്ങളൊന്നിനും കൊള്ളാത്തവരായതുകൊണ്ട്. ശാരദാമ്മ പറയണം, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോളെ. പെൺമക്കൾ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവർ എന്നല്ല. മനസ്സിൽ ഒരു രാക്ഷസൻ പതിയിരിക്കുന്നവരാണ് ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് കാണുന്നത്. മറ്റുള്ളവർ അങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ ഈ ശാരദാമ്മയ്ക്ക് 3 പെൺമക്കളല്ല, 3 ദേവതകളാണ് ഇവിടെയുള്ളത്. അതാണ് കുടുംബശ്രീ. മോള് ചെല്ല്, ആവശ്യമില്ലാത്തതൊന്നും ആലോചിക്കരുത് കേട്ടോ. അമ്മ പോയ ശേഷം ശാന്ത പറയുകയാണ്, 3 ദേവതകൾ മാത്രമല്ല ശാരദാമ്മ ഈ വീട്ടിലുള്ളത്, അതിലും വലിയ ഒരാൾ കൂടിയുണ്ട് ഇവിടെ. 33 കോടി ദേവതകൾക്ക് തുല്യരായ ശാരദാമ്മ. പിന്നീട് ശാരദാമ്മ തന്റെ പെട്ടിയിൽ നിന്നും ഗോപാലകൃഷ്ണനും ശാരദാമ്മയും മക്കളും എല്ലാം കൂടി നിൽക്കുന്ന ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. അതിനുശേഷം ശാരദാമ്മ ഗോപാലകൃഷ്ണൻ രണ്ടാമത് രാജേശ്വരിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നതും ആലോചിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.